എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ കഥയുടെ ബാക്കിയായിട്ടാണ് വന്നിരിക്കുന്നത്. നളയരുത് ആട്ടക്കഥ രണ്ടാം ഭാഗത്തിൽ ദമയന്തിയുടെ സ്വയംവരം കഴിഞ്ഞ ഭാഗമാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. സ്വയംവരം കഴിഞ്ഞിട്ട് ഇന്ദ്രനും മറ്റും തിരിച്ചു വരുമ്പോൾ അങ്ങോട്ട് പോകുന്ന കലിയും ദ്വാപരനും വഴിക്ക് വെച്ച് കണ്ടുമുട്ടുന്നു. സ്വയംവരം നടന്ന കാര്യം പറയുന്നു. അപ്പോൾ വെള്ളമെല്ലാം ചോർന്നു പോയ ശേഷം ചിറയിട്ടിട്ട് എന്ത് കാര്യമെന്ന് കലിയോട് ചോദിക്കുന്നു. അപ്പോൾ ഭൂമിയിൽ ഈ ദേവന്മാരൊക്കെ ചെന്ന് ഈ സ്വയംവരത്തിന് ചെന്നിട്ട് ഭൂമിയിലുള്ള വെറും ഒരു പുഴുവായിട്ടുള്ള ഒരു നിറപ്പനെ മനുഷ്യനെ സ്വയംവരം ചെയ്തതിൽ ഭയങ്കര ക്ഷോഭത്തോടെ കലി പറയുകയാണ്, ഞാൻ ഇവരെ തമ്മിൽ പിരിക്കും. അങ്ങനെ അവരെ തമ്മിൽ പിരിക്കാനായിട്ട്, ഈ ബന്ധം വേർപെടുത്താനായിട്ട് എന്താണ് വഴിയെന്നാലോചിച്ച് ദ്വാപരനും കലിയും കൂടെ തിരികെ പോരുന്നു. അങ്ങനെ ദ്വാപരനും കലിയും കൂടെ നൈഷധത്തിലെത്തി പുഷ്കരനെ കാണുന്നു. നളൻ്റെ അനിയനാണ് പുഷ്കരൻ. പുഷ്കരനെ കണ്ടു കഴിഞ്ഞ് പുഷ്കരനോട് പറയുന്നു, നീ ഞങ്ങളുടെ കൂടെ നിൽക്കുവാണെങ്കിൽ എനിക്ക് ഈ രാജ്യമെല്ലാം കിട്ടും, ചൂത് കളിച്ചെല്ലാം മേടിച്ചെടുക്കാം. അങ്ങനെ നളനെ ചൂത് കളിക്ക് ക്ഷണിക്കാനായിട്ട് പറയുന്നു. അതിനുശേഷം പുഷ്കരൻ നളനെ ചൂതിന് ക്ഷണിക്കുന്നു. നളൻ ചൂത് കളിക്കായിട്ട് പുഷ്കരൻ്റെ അടുത്ത് ചെന്ന് ചൂത് കളിക്കിരിക്കുന്നു. ചൂതുകളി ആരംഭിക്കാൻ പോകുന്നു. ആദ്യമായിട്ട് ചൂതുകളിക്ക് പുഷ്കരൻ വയ്ക്കുന്ന വസ്തു എന്ന് പറയുന്നത് ഒരു കാളയാണ് പണയം വെക്കുന്നത്. അങ്ങനെ ചൂതുകളിക്ക് വിളിക്കുമ്പം തന്നെ നളന് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇവന് ഒരു വിവരവും ഇല്ലാത്ത ഒരുത്തൻ, പിന്നെ ഒരു ഭക്ഷണം മാത്രം കഴിച്ച് കൊട്ടാരത്തിൽ കഴിയുന്ന ഒരുത്തൻ, ഒരു കഴിവുമില്ലാത്ത ഒരുത്തൻ, അങ്ങനെയാണ് പുഷ്കരൻ യഥാർത്ഥത്തിൽ. പിന്നെ ഇവനെ തോൽപ്പിക്കാൻ എന്താ പാടെന്നുള്ളൊരു ചെറിയ അഹങ്കാരമുണ്ട് നളന്. പക്ഷേ അവിടെ അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ചെന്ന് ചൂത് കളിക്കിരിക്കുന്നത്. ആദ്യത്തെ കളിയിൽ തന്നെ തോക്കുന്നു, പരാജയപ്പെടുന്നു, രാജ്യം കുറേ പോകുന്നു. വീണ്ടും ബാക്കിയുണ്ട് ഉള്ളത് വെച്ച് കളിക്കുന്നു. അങ്ങനെ രാജ്യം മുഴുവൻ പുഷ്കരൻ്റെ കയ്യിലാകുന്നു. സ്വത്തുക്കളും എല്ലാ സംവിധാനങ്ങളും ഉള്ളതെല്ലാം പുഷ്കരൻ്റെ കയ്യിലാണ്. കാരണം ആദ്യം തുടക്കത്തിലെ തന്നെ നിന്ന ആ കാള എന്ന് പറയുന്നത് കലിയാണ്. കലി കാളയായിട്ട് നിന്ന് അങ്ങനെ ആദ്യത്തെ പണയം വെക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് നളൻ്റെ രാജ്യവും എല്ലാം നഷ്ടപ്പെടുന്നു. അത് കഴിയുമ്പോൾ പുഷ്കരൻ പറയുകയാണ്, നീ ഇനി വനവാസത്തിന് പൊക്കോ, അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ ദമയന്തിയും കൂടെ എന്നിൽ വന്ന് ചേരും. അങ്ങനെ ഉടുതുണി മാത്രമായിട്ട് ദമയന്തിയും നളനും വനവാസത്തിനായിട്ട് പോകുന്നു. അങ്ങനെ രാജ്യമെല്ലാം നഷ്ടപ്പെട്ട് വനവാസത്തിന് പോകുമ്പോൾ വനത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വിശന്ന് പരവശനായിട്ട് ഒരിടത്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. ആ സമയത്ത് രണ്ട് പക്ഷികളതിലേ പറന്നു വരും. നളൻ ഉടുമുണ്ട് പറിച്ചെടുത്തിട്ട് അതുകൊണ്ട് വീശി പക്ഷിയെ പിടിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ പക്ഷികൾ ഈ മുണ്ടും കൊണ്ടുപോകും. അത് കലിയും ദ്വാപരനുമായിരുന്നു വേഷം മാറി വന്ന്. അങ്ങനെ ഉടുതുണി പോലും ഇല്ലാതെ വനത്തിൽ ഒരിടത്ത് ക്ഷീണിച്ച് വിശ്രമിക്കുമ്പം ദമയന്തി നളൻ്റെ വഴി തലവെച്ച് കിടന്ന് ഉറങ്ങിപ്പോവും. അന്നേരം നളൻ ചിന്തിക്കുന്നത്, ഈ വനവാസത്തിൽ എൻ്റെ കൂടത്തിൽ വരുമ്പം ഒന്നും അറിയാത്ത നിരപരാധിയായ ദമയന്തി കണ്ടമാനം കഷ്ടപ്പെടേണ്ടി വരും. ആ കഷ്ടപ്പാട് ഒഴിവാകണമെങ്കിൽ ഞാനങ്ങ് പയ്യെ മാറുവാണെങ്കിൽ ദമയന്തി എങ്ങനെയെങ്കിലും കൊട്ടാരത്തിലെത്തിക്കോളും. അങ്ങനെ നളൻ ദമയന്തി ഉപേക്ഷിച്ച് കാട്ടിൽ ഉപേക്ഷിച്ച് പോവുക. ഉറക്കം ഉണർന്നു കഴിയുമ്പം നോക്കുമ്പം നളനില്ല സ്ഥലത്ത്. അവിടെ എല്ലാം അന്വേഷിക്കും, കാണുകയില്ല. ആ സമയത്തൊരു പെരുമ്പാമ്പ് വന്ന് ദമയന്തിയുടെ കാലിൽ കടിക്കും.
ദമയന്തിയെ വിഴുങ്ങാൻ തുടങ്ങുക. അന്നേരം ഒരു കാട്ടാളൻ ഇത് കാണും. ആ കാട്ടാളൻ ഓടി വന്ന് രക്ഷിക്കും. രക്ഷിച്ച് കഴിയുമ്പം കാട്ടാളൻ പറയും, നീ എൻ്റെ ഭാര്യയാകണം എന്ന് പറയും. അങ്ങനെ കാട്ടാളൻ നിർബന്ധം പിടിക്കുമ്പം കാട്ടാളനെ ശപിച്ച് ഭസ്മമാക്കി കളയും ദമയന്തി. അങ്ങനെ ഒരു വരം കിട്ടിയിട്ടുണ്ട്. പാതിവ്രത്യത്തെ ചോദ്യം ചെയ്യുന്ന ആരെയും തട്ടിക്കളയാനുള്ള ഒരു വരമുണ്ട് കയ്യിൽ. അങ്ങനെ കാട്ടാളനെ തട്ടി. അതിനുശേഷം കുറേ കഷ്ടപ്പാടുകൾ സഹിച്ച് അവിടെ നിന്നും ഭീമരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. നളനെ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് തിരിച്ചു പോവുകയാണ്. പിന്നെ വിഷമത്തോടെ കൊട്ടാരത്തിൽ ചെന്നു. നളനാകട്ടെ അവിടെ നിന്ന് യാത്ര ചെയ്തേക്ക് പോകുമ്പോൾ ഒരു കാട്ടുതീയിൽപ്പെട്ട് കാർക്കോടകൻ എന്ന പാമ്പ് കഴിഞ്ഞു പോകാൻ തുടങ്ങുക. തീക്കകത്ത് പെട്ടു. നളൻ തീയിൽ നിന്നും കാർക്കോടകനെ രക്ഷിക്കുന്നു. നളന് അഗ്നിദേവൻ്റെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ട് തീയൊന്നും ബാധകമല്ല. ഭക്ഷണം പാചകം ചെയ്യാൻ പോലും വേറെ തീ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ പല കഴിവുകളുമുണ്ട് നളന്. അങ്ങനെ കാർക്കോടകനെ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ കാർക്കോടകൻ അതിന് നന്ദി സൂചകമായിട്ട് ഒരു ചെറിയൊരു വടി ചെയ്തു. നളനിട്ടൊരു കടി വെച്ചു കൊടുത്തു. കടി എന്ന് പറയുന്നത്, ഈ കാർക്കോടകൻ്റെ കടി ഏറ്റ് കഴിയുമ്പം നളൻ്റെ ശരീരം രൂപമെല്ലാം ഭാവമെല്ലാം മാറും, നിറം മാറും. അങ്ങനെ വേറൊരു രൂപമായി. അത് നളനെ തേടി ഇവർ ശത്രുക്കൾ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയാണ്. എപ്പോൾ വേണമെങ്കിലും ആ യഥാർത്ഥ രൂപം സ്വീകരിക്കണമെങ്കിൽ ഒരു വസ്ത്രം കാർക്കോടകം കൊടുക്കും, അത് ധരിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ നളൻ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടർന്ന് ബാഹുകൻ എന്ന് പറഞ്ഞ പേരിൽ ഋതുപർണൻ എന്ന് പറയുന്ന രാജാവുണ്ട്. രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെല്ലുകയാണ്. ആ കൊട്ടാരത്തിൽ തേരാളിയായിട്ട്. നളന് അതിവേഗത്തിൽ തേര് തെളിക്കാൻ കഴിയും. അശ്വഹൃദയ മന്ത്രം എന്ന് പറയുന്ന ഒരു മന്ത്രം പുള്ളിക്കറിയാം, ഒരു വിദ്യ. അത് അറിയാവുന്നത് കൊണ്ട് അതിവേഗം തേര് തെളിക്കാൻ കഴിയും. അങ്ങനെ ഋതുപർണൻ്റെ കൊട്ടാരത്തിൽ തേരാളിയായിട്ട് ചാർജ് എടുത്തു. ഭീമരാജാവിൻ്റെ കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ ദമയന്തിയാകട്ടെ ഈ നളനെ വേറെ പിരിഞ്ഞിലുള്ള ദുഃഖത്തിൽ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുവാണ്. പടയാളികളെയൊക്കെ നാനാ രാജ്യങ്ങളിലേക്കൊക്കെ അയച്ചു, എവിടെയോ. അപ്പോൾ ഈ ഋതുപർണൻ്റെ കൊട്ടാരത്തിൽ ഇങ്ങനെ പുതിയതായിട്ടൊരാൾ തേരാളിയായിട്ട് ചാർജ് എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അയാളെ ഒന്ന് തിരിച്ച് എത്തിക്കാൻ വേണ്ടി, നളനായിരിക്കാം എന്നൊരു സംശയത്തിൻ്റെ പേരിൽ അയാളെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ വേണ്ടി ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ്. ദമയന്തിയുടെ വീണ്ടും സ്വയംവരം നടത്താൻ, രണ്ടാം സ്വയംവരം നടത്താൻ പോവുകയെന്നും പറഞ്ഞുകൊണ്ട് എല്ലാ രാജ്യത്തൊക്കെ അറിയിച്ചു. രാജ്യത്തറിയിച്ചെന്ന് പറഞ്ഞാൽ ഋതുപർണൻ്റെ കൊട്ടാരത്തിൽ അറിയിച്ചു. മറ്റുള്ളിടത്തൊക്കെ അറിയിച്ചോ എന്നറിയത്തില്ല. ഋതുപർണനാണെങ്കിൽ നേരത്തെ ദമയന്തിയെ കെട്ടാനൊരു ആഗ്രഹമൊക്കെ ആയിട്ടിരുന്ന സ്വയംവരം ചെയ്യാനായിട്ട്. അന്ന് കഴിഞ്ഞില്ല. ഇപ്രാവശ്യം രണ്ടാം തവണയെങ്കിലും കല്യാണം കഴിക്കാം എന്ന് വിചാരിച്ച് ഋതുപർണൻ പറയും, സമയം വളരെ കുറവാണ്, അപ്പോൾ നല്ല തേരാളി ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. 2 ഓഞ്ഞ കുതിരയെ 2 എണ്ണത്തിനെയാണ് കെട്ടിയേക്കുന്ന ഇതിൽ. അപ്പോൾ ഇയാൾ പറയും, അങ്ങ് ധൈര്യമായിട്ട് കയറിക്കോ, വിട്ടു പോകാമെന്ന് പറയും. അപ്പോൾ ഈ കുതിരയെ മാറ്റി കെട്ടാതെ, അപ്പോൾ നളൻ പറയും അത് കുഴപ്പമില്ല. അങ്ങനെ അതിവേഗത്തിൽ തേര് തെളിച്ച് പോകുന്നതിനിടെ ഋതുപർണൻ്റെ ഉത്തരീയം കാറ്റിൽ പറന്നു പോകും. മേൽമുണ്ട് ഒന്ന് വണ്ടി ചവിട്ടാൻ പറയും അവിടെ. പക്ഷേ നളൻ പറയും അത് 1 യോജന ദൂരെയാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകൾ ദൂരെയാണ്, അതെടുക്കാനായിട്ട് തിരിച്ചു പോകാൻ പറ്റില്ല. ആ സ്പീഡിൽ ഇങ്ങനെ രഥം പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു മരത്തിലെ കായ്കളും ഇലകളും പൂക്കളും എല്ലാം ഋതുപർണൻ എണ്ണീട്ട് പറയും, ഇത്ര കായും ഇത്ര പൂവും ഇത്ര ഇലയൊക്കെ ഉണ്ടെന്ന് പറയും. അന്നേരം നളൻ രഥം നിർത്തിയിട്ട് അത് എണ്ണി നോക്കും, കൃത്യമാണ്.
അപ്പോൾ ഋതുപർണൻ പറയും സമയമില്ല, പെട്ടെന്ന് പോട്ടെ എന്ന് പറയും. സമയത്ത് എത്തിക്കാമെന്ന് പറയും, കാരണം എനിക്ക് ഈ വിദ്യയൊക്കെ അറിയാമല്ലോ. അപ്പം അങ്ങ് ഈ വിദ്യ എന്ത് വിദ്യയിലാണ് ഇത് ഇത്ര വേഗത്തിൽ എന്നെയെന്ന് ചോദിക്കും, ഓടിക്കൊണ്ടിരിക്കുന്ന നേരിലിരുന്നുണ്ട്. അക്ഷഹൃദയ മന്ത്രം എന്ന് പറഞ്ഞ മന്ത്രം അറിയാൻ പുള്ളിക്ക്. അതിൻ്റെ ഇതിലാണ് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അങ്ങനെ അതിവേഗം തേരോടിച്ച് അവർ ഭീമരാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഈ സ്വയംവരത്തിനുള്ള തയ്യാറെടുപ്പുകളൊന്നും കണ്ടില്ല. അപ്പോൾ ഇനി സ്ഥലം മാറിപ്പോയോ എന്ന് ആദ്യം ചിന്തിച്ചു. അപ്പോൾ ചെന്നപ്പോൾ സ്ഥലം അത് തന്നെയാണ്. പക്ഷേ എന്താണ് സംഭവം? ഈ ഋതുവർണ്ണൻ്റെ കൊട്ടാരത്തിലുള്ളത് നളനാണെങ്കിൽ നളൻ തേരാളി നളനായതുകൊണ്ട് ഋതുവർണ്ണനെയും കൊണ്ട് അവിടെ വരുമെന്നറിയാം. അപ്പോൾ അത് നളനാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ വെച്ച് ഒരു സംശയത്തിൻ്റെ പേരിൽ ദമയന്തി പറയും, അങ്ങേരെ കൊണ്ട് കുറച്ച് പാചകം ചെയ്യിക്കാമെന്ന് പറയും. ഇങ്ങേർക്ക് പാചകത്തിൽ ഭയങ്കര വിദഗ്ധനാണ്. പുള്ളിക്ക് തീയൊന്നും വേണ്ട, കാരണം അഗ്നിദേവൻ്റെ ഒരു അനുഗ്രഹം ഉണ്ട്. അതുകൊണ്ട് തീയൊന്നും വേണ്ട, സാധനം പച്ചക്കറിയൊക്കെ ആണല്ലോ നമുക്ക് കൊടുത്താൽ മതി, എല്ലാം റെഡിയാക്കും. അങ്ങനെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ദമയന്തിക്ക് ഉറപ്പായി ഇത് നളനാണ്. അപ്പോൾ കരഞ്ഞു പിഴിഞ്ഞ് നളനാണെന്നുള്ള ബോധ്യത്തിൽ ചെല്ലുമ്പം നളൻ പഴയ ആ കാർക്കോടകം കൊടുത്ത വസ്ത്രം എടുത്ത് ധരിക്കുമ്പോഴത്തേക്ക് യഥാർത്ഥ നളനാവും. അങ്ങനെ ദമയന്തിയും നളനും തമ്മിൽ അവിടെ കണ്ടുമുട്ടുന്നു. അപ്പോൾ ഋതുവർണ്ണന് ഈ അശ്വഹൃദയ വിദ്യ ഋതുവർണ്ണന് കൊടുത്തിട്ട് അക്ഷഹൃദയ വിദ്യ ഇങ്ങ് തിരിച്ച് പകരം വാങ്ങിക്കും. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഠിപ്പിക്കും. അപ്പോൾ ഈ വിദ്യ, ഈ മന്ത്രം കയ്യിലുള്ളപ്പം കലിക്ക് ഇയാളുടെ ശരീരത്തിൽ തങ്ങാൻ കഴിയില്ല. അങ്ങനെ കലി താണുകേണ് കരഞ്ഞു പിടിച്ച് കലിയെ പിന്നെ ക്ഷമാപണത്തിൻ്റെ പേരിൽ വെറുതെ വിടും. അങ്ങനെ കലി ഒഴിവായിപ്പോവും. അങ്ങനെ വീണ്ടും നൈഷധത്തിലേക്ക് യാത്രയാവും. കമൻറ്റുകളും അഭിപ്രായങ്ങളും തെറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ പറയുക. നിങ്ങൾ അടുത്ത ദിവസം വീണ്ടും ഒരു കഥയായിട്ട് വരും. നന്ദി, നമസ്കാരം.